രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ 24-നൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ഒരു ഇന്റർകോഷനുള്ള ഒരു കാരണം എന്താണ്? അവര് പറയണത് പെൺകുട്ടിയുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും റിവീൽ ചെയ്ത പോസ്റ്റ് രാഹുൽ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. കാരണം എന്ത് ചർച്ചയിലാണെങ്കിലും എല്ലായിടത്തും പെൺകുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു മെയിൻ വകുപ്പായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. ഫോട്ടോ എന്നും എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല, എങ്ങും ഒരു പോസ്റ്റിലും ചെയ്തിട്ടില്ല. പിന്നെ ആദ്യം എന്തോ ഒരു AI വീഡിയോ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലാണ്ട് വേറെ എങ്ങും അത് വെളിപ്പെടുത്തി. അത് 100% ഷുവറാണ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പോലീസ് വീട്ടിൽ വന്ന് കൊണ്ടുവരികയായിരുന്നു. അവര് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നിട്ട് ട്രിവാൻഡ്രം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടി തന്നെ വന്നാൽ മതി, അവർ കൂടെ വരാം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വഴിയിൽ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് അവർ മാറ്റിയിട്ട് പറഞ്ഞു നമ്മൾ AR ക്യാമ്പിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ AR ക്യാമ്പിൽ കൊണ്ടുവന്ന് അവിടെയാണ് ഇപ്പം ക്വസ്റ്റനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുമോ? രാഹുലിനെ കാണാൻ പറ്റുമോ? ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് വന്നത്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ മക്കളും ഉള്ളതുകൊണ്ട് ഞാനിങ്ങ് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താവും അറിയില്ല. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തോ? FIR ഉണ്ട്. FIR ഞങ്ങൾ കണ്ടു. FIR ഒരാഴ്ചന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. നോൺ ബെയിലബിൾ ഒന്നും അല്ലല്ലോ? നോൺ ബെയിലബിൾ അല്ലാന്നാണ് അറിഞ്ഞത്. എല്ലാം ബെയിലബിൾ ഒഫൻസ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല. ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ പോകാൻ പറഞ്ഞോ വീട്ടിലതെ? പോയിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ഇറങ്ങിയത്. രാഹുൽ ഇപ്പോഴും അവിടെയാണ്. ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമം അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം നോക്കണം എന്താന്നുള്ളത്. താങ്ക് യു. രാഹുൽ ഈശ്വർ ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ പോലീസ് ക്യാമ്പിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭാര്യ ഈ വാഹനത്തിലാണ്, നമുക്ക് കാണാൻ കഴിയും, വാഹനത്തിലാണ് അല്പസമയം മുമ്പ് ഭാര്യയ്ക്കൊപ്പം രാഹുൽ ഈശ്വർ ഇവിടേക്ക് വന്നത്. പോലീസ് ഉച്ചയോടുകൂടി വീട്ടിലെത്തുകയും തുടർന്ന് ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഭാര്യ പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ഒരു തരത്തിലുള്ള ഒരു വിവരവും രാഹുൽ ഫോട്ടോയോ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ദീപ രാഹുൽ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.